നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ വിവാഹം നടന്ന അവളുടെ അച്ഛനെ പിരിഞ്ഞ് ആ വീട്ടിൽ നിന്ന് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് അവൾ എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. അതറിഞ്ഞപ്പോ ശരിക്കും എനിക്ക് ഹൃതിയോട് റെസ്പെക്റ്റ് ആണ് തോന്നിയത്. പ്രതാപ, ടാബ്ലറ്റ്സ് കഴിക്കാനുള്ള സമയമായി. ഞാൻ എടുത്തോണ്ട് വരട്ടെ? എനിക്ക് വേണ്ട ചേച്ചി. അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു ചേച്ചി അശ്വിനോട് അങ്ങനെയൊക്കെ പറയാൻ? അവള് കാണിച്ചു കൂട്ടിയതൊക്കെ ഇപ്പോ ശ്രീകലയും പരമേശ്വരനൊക്കെ അറിഞ്ഞു കാണും. അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടായി കാണും. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം പ്രതാപ? മുഖത്ത് നോക്കി അശ്വിനോട് ഋതിക കാര്യം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവർക്ക് ഈ ബന്ധത്തിനോട് താല്പര്യം കാണില്ല. തീർച്ചയായും അവര് മറ്റൊരു ബന്ധത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും. അശ്വിന്റെ ലീവ് കഴിയുന്നതിന് മുൻപ് വിവാഹം നടത്തണമെന്നല്ലേ അവരുടെ ആഗ്രഹം. ഈ വിവാഹത്തിന് നമുക്ക് യോഗമില്ലെന്ന് കരുതി ആശ്വസിക്കാം. അല്ലാതെ എന്ത് ചെയ്യാനാ? എല്ലാം വിധി. എന്തുണ്ടെങ്കിലും മടി കാണിക്കാതെ എന്നോട് തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ ശ്രീകലയ്ക്കും പരമേശ്വരനും നൽകിയിട്ടുള്ളതാ. എന്നിട്ടും ഇതുവരെ അവരെന്നെ ഒരു കോൾ പോലും ചെയ്തിട്ടില്ല. അശ്വിൻ അവരോട് ഇതൊക്കെ പറഞ്ഞു കാണൂ. പറഞ്ഞെങ്കിൽ അവരത് എങ്ങനെ റിസീവ് ചെയ്യാ? എനിക്കതറിയണം. പ്രതാപ, അവരിങ്ങോട്ട് ഫോൺ ചെയ്യാത്ത സ്ഥിതിക്ക് അങ്ങോട്ട് വിളിച്ച് നമ്മുടെ വില കളയേണ്ട കാര്യമുണ്ടോ? അതങ്ങനല്ലേ ചേച്ചി. അവരോടൊന്ന് സംസാരിക്കുന്നതാ അതിന്റെ ഒരു മര്യാദ. അശ്വിൻ, വർമ്മയുടെ കോളാ. ഒന്നിങ്ങി വന്നേ. അമ്മ എടുക്ക്, സ്പീക്കറിൽ. ഹലോ വർമ്മേ. എടോ, എങ്ങനെയുണ്ടോ തന്റെ ഹെൽത്ത് ഒക്കെ? ഞാനിപ്പോ ഓക്കേടോ. പിന്നെ ഞാനിപ്പോ വിളിച്ചത് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താടോ തന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? താൻ കാര്യം പറയേ. അത് ഋതിക അശ്വിനോട് സംസാരിച്ച കാര്യത്തെക്കുറിച്ചാ. വിവാഹത്തെക്കുറിച്ച് ഋതിക എന്തോ അഭിപ്രായം അശ്വിനോട് പറഞ്ഞു അറിഞ്ഞു. അതെ, അശ്വിൻ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ തന്നെ അങ്ങോട്ട് ഫോൺ ചെയ്യാൻ ഇരിക്കുകയായിരുന്നു. അശ്വിൻ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് ഹർട്ടായി. ഐ ആം റിയലി സോറി. താൻ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ ദാ അശ്വിന് ഫോൺ കൊടുക്കാം. ദാ മോനെ, സംസാരിക്ക. ഹലോ അങ്കിൾ. മോനെ, അശ്വിന് ഫീലൊന്നും ആയില്ലോ അല്ലേ? ഒരിക്കലും ഇല്ല അങ്കിൾ. സത്യത്തിൽ ഋതിക എന്നോട് ഫ്രീ ആയിട്ട് സംസാരിച്ചത് അതെനിക്ക് വളരെ ഇഷ്ടമായി. മനസ്സിലുള്ളത് തുറന്നു പറയാനുള്ള ധൈര്യം അത് ഋതിക കാണിച്ചത് വളരെ നല്ല കാര്യമല്ലേ? പക്ഷെ അവള് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്നല്ലേ മോനോട് പറഞ്ഞത്? അവൾ അങ്ങനെ പറഞ്ഞു. പക്ഷേ അവൾ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് അങ്കിളിന് അറിയാവോ? ഋതികയ്ക്ക് അങ്കിളിനോട് അത്രയ്ക്ക് സ്നേഹമുണ്ട്. ഈ വിവാഹം നടന്ന അവളുടെ അച്ഛനെ പിരിഞ്ഞ് ആ വീട്ടിൽ നിന്ന് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് അവൾ എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. അതറിഞ്ഞപ്പോ ശരിക്കും എനിക്ക് ഋതികയോട് റെസ്പെക്റ്റ് ആണ് തോന്നിയത്. അച്ഛനോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ട് മാത്രമാ ഋതിക എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. അല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല. അപ്പോ അവൾ അങ്ങനെ പറഞ്ഞത് മോന് വിഷമൊന്നും ആയില്ലല്ലോ? ഇല്ലെങ്കിൽ ഒരിക്കലുമില്ല. ഋതിക എന്നോട് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതിലിപ്പോ എന്താ തെറ്റുള്ളത്? തുറന്ന് സംസാരിച്ചാലല്ലേ ഞങ്ങൾക്കും പരസ്പരം മനസ്സിലാവൂ.
അച്ഛനെ പിരിയുന്ന വിഷമം കൊണ്ട് വിവാഹം വേണ്ട എന്നല്ലാതെ മറ്റൊന്നും ഹൃതിക എന്നോട് പറഞ്ഞിട്ടില്ല. വിവാഹശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിലേക്ക് വരാമെന്നും അച്ഛനെ കാണാമെന്നും പറഞ്ഞ് ഞാൻ ഹൃതികയെ കൺവിൻസ് ചെയ്യുകയും ചെയ്തു. താങ്ക് യു. താങ്ക് യു അച്ഛൻ. മോനെല്ലാം വളരെ പോസിറ്റീവായി എടുത്തതിന് ഒത്തിരി നന്ദിയുണ്ട്. എന്താ അങ്കിൾ ഇതൊക്കെ? അശ്വിൻ, ആ ഫോണിങ് തന്നെ. ഡോ വർമ്മേ, താൻ വിഷമിക്കണ്ട. ഏതൊരു പെൺകുട്ടിക്കും വിവാഹം കഴിച്ച് മറ്റൊരു കുടുംബത്തിലേക്ക് പോകുന്ന കാര്യം ഓർക്കുമ്പോ അതൊരു വലിയ വിഷമമായിരിക്കും. അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ, നീയാണ് അവൾക്കെല്ലാം. താൻ ഒന്നും കൊണ്ടും വറീഡാവണ്ട. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വിവാഹം നടക്കും. ശരി ശ്രീകലേ, ശരിയെന്നാ ഞാൻ നോക്കട്ടെ. ശരിയടോ. ചേച്ചി, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. അവർക്ക് യാതൊരു തെറ്റുധാരണയില്ല. ഈ വിവാഹം നടക്കുന്ന അവർ തന്നെ പറഞ്ഞു. ആണോ? അയ്യോ സന്തോഷം. ഞാനങ്ങ് പേടിച്ചു പോയി. എന്തായാലും എല്ലാം ശുഭമായിട്ട് നടക്കുമല്ലോ. അപ്പോ ഇനി ടെൻഷനൊന്നും വേണ്ട. എന്തായാലും ഞാൻ ചെന്ന് ടാബ്ലറ്റ്സ് എടുത്തുകൊണ്ട് വരാം. ശരി ചേച്ചി. നീങ്ങ വന്നേ. അമ്മേ, എന്താ അമ്മേ നമ്മുടെ പ്ലാനൊക്കെ എന്താ ഇങ്ങനെ നനഞ്ഞ് ചീറ്റി പോകുന്നത്? എന്തൊക്കെയോ സംഭവിക്കുന്നത് ഞാനങ്ങ് പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. അതാ എനിക്ക് മനസ്സിലാവാത്തത്. പ്രതാപൻ വീഡിയോ കണ്ടിട്ട് പറഞ്ഞതൊക്കെ കേട്ടപ്പോ എല്ലാം നമ്മുടെ വഴിക്ക് വന്നു എന്നാ ഞാൻ കരുതിയത്. ഇതിപ്പോ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ആകെ അപ്സെറ്റ് ആയിപ്പോയി. കൊള്ളാം. അപ്പോ ഋതിക മേഡത്തിന്റെ വിവാഹം മുടക്കാൻ മാത്രമല്ല, തമ്മിലൊന്ന് അടുത്തു തുടങ്ങിയ വർമ്മ സാറിനെ ഋതിക മേഡത്തെയും അകറ്റാനും അമ്മയും മകനും ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അശ്വിൻ സാറും ഫാമിലിയും നല്ല ആളുകളായതുകൊണ്ട് വിവാഹം മുടക്കാൻ ഇവര് ശ്രമിച്ചാലൊന്നും അത് നടക്കാൻ പോകുന്നില്ല. എക്സാം പാസ്സായി വിവാഹവും കഴിച്ച് ഇവരുടെ മുന്നിലൂടെ ഋതിക മേഡം സന്തോഷമായി ഈ വീട്ടിൽ നിന്നും പോകണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.